ഹായ് സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട് ലഡു തയ്യാറാക്കാം. ഇതിനു വേണ്ടി വെറും ഫ്രൂട്ട്സും നട്ട്സും സീഡ്സും മാത്രം ഉപയോഗിക്കുന്നുള്ളേ. അപ്പോൾ ഇതിനു വേണ്ടി നിലക്കടല എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഓയിലോ നെയ്യോ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അത് മധുരത്തിന് വേണ്ടി നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ കടല റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്തെടുക്കുക. കാഷ്യൂസും അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് ബദാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാമും അതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതും തണുക്കാനായി മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് പംകിൻ സീഡ്, കുറച്ച് സൺഫ്ലവർ സീഡ്, കുറച്ച് പിസ്ത, പിന്നെ നമ്മുടെ എള്ള്, ബ്ലാക്ക് കളർ എള്ള്, പിന്നെ കുറച്ച് ചിയ സീഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ആദ്യം തന്നെ കടലയൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്ലാക്സ് സീഡ് ഒന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കാഷ്യൂസും ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാം കൂടെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് സീഡ്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എല്ലാം നട്ട്സും സീഡ്സും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്കൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 1 കപ്പ് ഡേറ്റ്സ് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തത്. മധുരത്തിന് നമ്മൾ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ആ പൊടികളിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഷുഗർ കട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഇതൊരെണ്ണം കഴിച്ചാൽ മതിയല്ലോ. പിന്നെ കുട്ടികൾ നട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതൊക്കെ കൊടുത്താൽ മതി. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത ഭാഗം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ഉരുളകളാക്കി മാറ്റി വെക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് പ്രോട്ടീൻ റിച്ച് ആണ്. കൂടാതെ അയേണും ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡും എല്ലാം ചേർന്നതാണ്. ഇപ്പോൾ എനർജി ബൂസ്റ്ററായ ലഡു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ നല്ലതാണ്. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.